മുൻ പങ്കാളി എലിസബത്ത്, മുൻ ഭാര്യ അമൃത സുരേഷ്, യൂട്യൂബർ അജു അലക്സ് എന്നിവർക്കെതിരെ പോലീസിൽ പരാതി നൽകി നടൻ ബാല. സാമൂഹിക മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നാണ് പരാതി. ഭാര്യ കോകിലയ്ക്കൊപ്പം കൊച്ചി സിറ്റി കമ്മീഷണർ ഓഫീസിലെത്തിയാണ് ബാല പരാതി നൽകിയത്. ഇതോടെ സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള തർക്കങ്ങൾക്ക് പുതുമാനം വരികയാണ്. സാമൂഹിക മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നാണ് ബാലയുടെ പരാതി. യൂട്യൂബർ അജു അലക്സുമായി ചേർന്നാണ് ഈ അപവാദ പ്രചരണം നടത്തുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. അജു അലക്സിന് 50 ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു അജ്ഞാത ഫോൺ കോൾ വന്നിരുന്നു. അതിന് വഴങ്ങിയില്ല. അതിന് പിന്നാലെ അപവാദ പ്രചരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും പരാതിയിൽ ആരോപിക്കുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മുൻ പങ്കാളി എലിസബത്ത് ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി ഉന്നയിച്ചിരുന്നു. ബാലയും തിരിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നാലെ ഭാര്യ കോകില എലിസബത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. തുടർന്ന് എലിസബത്ത് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നു. ഇതിന് പിന്നാലെയാണ് ബാല പോലീസിൽ പരാതി നൽകിയത്. ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സുമായി ചേർന്ന് എലിസബത്ത് തുടർച്ചയായി അപമാനിക്കുന്നുവെന്നാണ് ബാല പറയുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ബാലയും എലിസബത്തും പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിച്ച് രംഗത്തുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇരുവരും പരസ്പരം പോരടിക്കുന്നത്. ചില ഘട്ടങ്ങളിൽ ബാലയുടെ ഭാര്യ കോകിലയും വിഷയത്തിൽ ഇടപെടുകയും പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ എലിസബത്തിനെതിരെ കോകില ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. എലിസബത്ത് നേരത്തെ വിവാഹിതയായിരുന്നുവെന്നും ഇത് രഹസ്യമാക്കി വെച്ചായിരുന്നു ബാലയോടൊപ്പം താമസിച്ചത് എന്നായിരുന്നു കോകില ആരോപിച്ചത്. ഇതിനു പിന്നാലെ മറുപടിയുമായി എലിസബത്തും രംഗത്തെത്തി. മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട ഡോക്ടറായിരുന്നു തന്റെ ആദ്യ ഭർത്താവെന്നും വെറും 3 ആഴ്ചകൾ മാത്രമായിരുന്നു തങ്ങൾ ഒന്നിച്ച് താമസിച്ചതെന്നായിരുന്നു എലിസബത്ത് പറഞ്ഞത്. വിവാഹമോചനത്തിന് തന്നെ സഹായിച്ചത് ബാലയായിരുന്നു. കൂടെയുണ്ടെന്ന് ധരിച്ചിരുന്ന നടനും തന്നെ ചതിച്ചെന്നും അയാളെക്കുറിച്ചും വരുന്ന വീഡിയോയിൽ പറയുമെന്നും എലിസബത്ത് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബാലയും കോകിലയും പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. എലിസബത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അങ്ങനെ അവസാനം തേങ്ങയെറിഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. മാമ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ്, പക്ഷെ എനിക്ക് മിണ്ടാതിരിക്കാനാകില്ല എന്നൊക്കെയാണ് കോകില പറയുന്നത്. എന്നിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് മാമന്റെ അക്കൗണ്ടിലും. ഇനി സത്യത്തിലേക്ക് കടക്കാം. എൻ്റെ വിവാഹം 2019 മെയ് മാസമായിരുന്നു. 3 ആഴ്ച ഒരുമിച്ച് താമസിച്ചു. പക്ഷേ ഡിവോഴ്സ് കുറച്ച് വൈകിയാണ് നടന്നത്. ഡോക്ടറിനെ തന്നെയാണ് വിവാഹം കഴിച്ചത്. ഓൺലൈൻ മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയതും. എന്നെ ഡിവോഴ്സിനായി സഹായിച്ചത് ഈ നടനാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഇനിയും സംശയമുണ്ടെങ്കിൽ തെളിവുകൾ തരാമെന്നാണ് എലിസബത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തന്നെ തുടർച്ചയായി സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇവർ 3 പേരും ചേർന്ന് അപമാനിക്കുന്നു എന്ന് കാണിച്ചു തന്നെയാണ് ഇപ്പോൾ ബാല പോലീസിൽ പരാതി നൽകിയത്. ഭാര്യ കോകിലയ്ക്കൊപ്പം എത്തിയാണ് ബാല പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പുതുമാനം വന്നിരിക്കുകയാണ്. അജു അലക്സ്, അമൃത സുരേഷ്, എലിസബത്ത് എന്നിവർക്കെതിരെയാണ് ബാല പരാതി നൽകിയത്.